ഒന്നിച്ചായിരുന്നു. അന്നവർ ദൈവത്തെ കണ്ടിരുന്നു. എന്നാൽ പാപം ചെയ്യുക വഴി ദൈവത്തെ കാണാനാവാത്ത വിധം ദൈവം അവർക്ക് അദൃശ്യനാക്കപ്പെട്ടു. കാരണം ദൈവം പരമപരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തെ കാണുക പാപിയായ മനുഷ്യന് അസാധ്യമാണ്. അതിനാൽ പാപിയായ മനുഷ്യർക്ക് ദൈവത്തെ ദൃശ്യമാക്കാൻ വേണ്ടി അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമായി നമ്മളിൽ ഒരുവനെ പോലെ മനുഷ്യ ജന്മമെടുത്ത ക്രിസ്തു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. അവൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. ദൈവത്തെ കാണാനായിട്ട് ദൈവം തന്നെയായി പിറക്കപ്പെട്ട ക്രിസ്തു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. അങ്ങനെ യേശു ക്രിസ്തു അങ്ങനെ മനുഷ്യകുലത്തിന് പുതിയ കൽപ്പന നൽകി, മനുഷ്യർക്ക് പുതിയ പ്രമാണം നൽകി. പിശാചിന്റെ ചതി മൂലം, അവന്റെ വഞ്ചന മൂലം പാവപ്പെട്ട മനുഷ്യരെ വെട്ടിയും കുത്തിയും പരസ്പരം നശിക്കാതിരിക്കാനായിട്ട് ദൈവം പുതിയ കൽപ്പന നൽകി. ഈ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി ഉദിക്കപ്പെട്ട ക്രിസ്തു പുതിയ കൽപ്പന ലോകത്തിന് നൽകി. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അവിടെ നിന്നുകൂടെ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പകരം നന്മ ചെയ്യുവിൻ, അല്ലാതെ നിങ്ങൾ അവനെതിരെ കരമുയർത്തരുത്.